വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധമായ വർഗീയമായ പരാമർശം കൈകാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങളതിനെതിരാണ്. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധമായ വർഗീയമായ പരാമർശം കൈകാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങളതിനെതിരാണ്. ഗോവിന്ദ, ഒന്ന് ചോദിച്ചോട്ടെ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളൊക്കെ തീട്ടം തിന്ന് ജീവിക്കുന്നവരാണ് എന്നുള്ള ഒരു ധാരണയുണ്ടോ? അങ്ങനെയാണോ ധരിച്ചു വച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ധാരണ ഏതുപോലെയാണെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ധാരണ ഗോവിന്ദൻ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടങ്ങളിൽ 110 സീറ്റിലേറെ ഞങ്ങൾ കിട്ടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? 110ലേറെ സീറ്റ് ലഭിച്ച് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെയാണ് നിങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളൊക്കെ തീട്ടം തിന്നുന്നവരാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എത്ര സീറ്റാ CPM കിട്ടിയത്? 26 സീറ്റ്. ഗോവിന്ദൻ കരുതിയതും വിശ്വസിച്ചതും എങ്ങനെയാ? 110 സീറ്റ് കിട്ടിയിട്ട് ഗോവിന്ദൻ പറഞ്ഞതെന്താ? 110 സീറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരും, മൂന്നാമതും അധികാരത്തിൽ വരും. അങ്ങനെയല്ലേ വിശ്വസിച്ചത്? അങ്ങനെയല്ലേ ധരിച്ചത്? അങ്ങനെയല്ലേ പറഞ്ഞത്? അതുപോലെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ തീട്ടം തിന്നുന്നവരാണ് എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾ അതിനെതിരാണ് എന്താ പറയുന്നത്? വളരെ എങ്ങനെയാ? വെള്ളാപ്പള്ളിക്ക് വേദനിക്കരുത്, വെള്ളാപ്പള്ളിയുടെ രോമത്തിൽ പോറലേൽക്കരുത്, വെള്ളാപ്പള്ളി നടേശൻ്റെ മനസ്സിന് ഒരു അനിഷ്ടമുണ്ടാകരുത്. വളരെ സൂക്ഷ്മമായിട്ട് വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞു എന്ന് പറയുന്നില്ല, അതിനെ വിമർശിക്കുന്നില്ല. എന്താ പറയുന്നത്? വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്ക് ഞങ്ങൾ എതിരാണ്. ഇപ്പോഴും വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞു, വെള്ളാപ്പള്ളി കേരളം കണ്ട നമ്പർ 1 വർഗീയവാദിയാണ് എന്ന് പറയാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ആവുന്നില്ല. ഒരു കാര്യം ഉറപ്പല്ലേ? മാപ്പിള സഖാക്കളോടാണ് ചോദിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത്രയും വെള്ളാപ്പള്ളി നടേശനെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന് പാലൂട്ടി വളർത്തിയ പിണറായി വിജയനും CPMഉം, വെള്ളാപ്പള്ളി പറയുന്നതൊക്കെ ഏറ്റുപറഞ്ഞ CPMകാരൻ ആഗോള അയ്യപ്പ സംഗമം നടത്തി. അയ്യന്റെ പൊന്ന് ഘട്ടത്തിന് പയ്യന്നൂരിലെ ജോത്സ്യൻ പറഞ്ഞു കൊടുത്ത പ്രതിക്രിയ അല്ലെങ്കിൽ പ്രതിവിധി എന്നോണം ആഗോള അയ്യപ്പ സംഗമം നടത്തി. ആ അയ്യപ്പ സംഗമത്തിന്റെ മറവിലും അയ്യന്റെ പൊന്ന് കട്ടുമുടിച്ചു. മാത്രവുമല്ല, ആ അയ്യന്റെ അയ്യപ്പ സംഗമത്തില് ലോകം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചു. ആര്? VN വാസവൻ. എന്താ ഇതിന്റെ അടിസ്ഥാനം? അതേ വേദിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറ് അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാറില്, പിണറായി വിജയന്റെ തറവാട്ട് സ്വത്ത് നിന്ന് വാങ്ങിയ കാറല്ലത്, അത് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് വാങ്ങിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാറാ. ആ കാറില് വെള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയവാദിയെ ആ വാഹനത്തിൽ എഴുന്നള്ളിച്ചു. എന്നിട്ടും പറയാണ്, വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾ അതിന് എതിരാണ്. ഗോവിന്ദനും CPMഉം ഒക്കെ കരുതുന്നത് എന്താ? ഈ മുസ്ലിം സമുദായം തീട്ടം തിന്നുന്നവരാണെന്നോ? അങ്ങനെയാണോ കരുതുന്നത്? എടോ, കഴിക്കുന്നത് നല്ല അരിയാഹാരങ്ങളും ലോകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഫുഡുകളുമാണ് ഈ സമുദായത്തിൽപ്പെടുന്നവർ കഴിക്കുന്നത്. അതിൻ്റെതായ വകതിരിവുകളും അതിൻ്റെതായ ബുദ്ധിയും ഉണ്ടോ? ഉണ്ട്. അത് കാണണമെങ്കിൽ ഈ സമുദായത്തിൻ്റെ കേരളത്തിലെ അസ്തിത്വം ഒന്ന് കണ്ടാൽ മതി. ആ വകതിരിവിൻ്റെയും ബുദ്ധിയുടെയും അസ്തിത്വമാണ് ഈ നിലനിൽപ്പൊന്ന് കണ്ടാൽ മതി. ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അസ്തിത്വമാണ്, അത് വിവേകമാണ്, അത് ബുദ്ധിയാണ്.
അത് ഒന്നുള്ളത് കൊണ്ട് തന്നെയാ ഇത്തരം വിഷജന്തുക്കളെയും ഇത്തരം ഇരട്ടത്താപ്പുകളെയും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞത് അത് മുസ്ലിം സമുദായത്തിനെതിരല്ല, മുസ്ലിം ലീഗിനെതിരെയാ. എരപ്പൻ ജലീലിനെ കൊണ്ടുവരെ പറയിപ്പിച്ചു. ജലീൽ കടന്ന് മെഴുകിയില്ലേ, ജലീൽ കടന്ന് ക്യാപ്സൂളുകൾ ഇറക്കിയില്ലേ. ഇപ്പൊ തോൽവി ഏറ്റപ്പോ പറയാണ് തെരഞ്ഞെടുപ്പില് ഒരായുധം വേണമായിരുന്നു, തെരഞ്ഞെടുപ്പില് ഇവർക്ക് ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ ഒരായുധം വേണമായിരുന്നു. ആ ഭൂരിപക്ഷത്തെ ഇങ്ങനെ പ്രീണിപ്പിക്കാൻ ഇവർ കരുതിയത് മുസ്ലിങ്ങളെ തെറി വിളിച്ച് ആ തെറി വിളിക്കുന്ന വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ ഭൂരിപക്ഷമായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളുടെ വോട്ട് കൂടി ലഭിക്കുമെന്ന്. എടോ, ഇത് കേരളമാ. അത് തിരിച്ചറിയാൻ CPM സാധിച്ചില്ല. കാരണം എന്താ, എന്തുകൊണ്ടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ വെള്ളാപ്പള്ളി ഇതിപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, വളരെ ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ 1000 ആവർത്തി നിങ്ങൾ കേൾക്കണം. ഒരൊറ്റ സെൻറ്റൻസ് ആണെങ്കിൽ പോലും അതിൽ പല കാര്യങ്ങൾ, അപകടങ്ങൾ ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങളതിന് എതിരാണ്. ആരാണ്? ഗോവിന്ദൻ പറയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾ അതിനെതിരാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെല്ലാം വർഗീയതയാണ് എന്ന് ഇപ്പോഴും പറയുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ്, വിഷജന്തുവാണ് എന്ന് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഒരു പോറലേൽക്കരുത്, അയാൾക്ക് വേദനിക്കരുത് എന്നുള്ള ആഗ്രഹമാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്. അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഈ സംസാരം എന്തിനാ? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഇപ്പൊ വെള്ളാപ്പള്ളിയെ കൊണ്ട് നടക്കുമ്പോൾ പിണറായി വിജയൻ ഭൂലോക പൊട്ടനൊന്നല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ ഈ പിണറായി വിജയൻ ആ മുഖ്യമന്ത്രിയുടെ കാറിൽ മറ്റ് ഒരു ഏതെങ്കിലും CPM-കാരനാവണ്ടടോ, CPM പുറത്തുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ കയറ്റിയത് നിങ്ങളൊന്ന് കാണിച്ചേ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശനെ ഒരു അനുമോദന ചടങ്ങുണ്ടായിരുന്നല്ലോ, ആ ചടങ്ങിൽ പോയി പൊന്നാട അണിയിച്ച് കെട്ടിപ്പിടിച്ച് മൈക്കിന് മുന്നിൽ വന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത് എന്താ? വെള്ളാപ്പള്ളി നടേശന്റെ നാവ് സരസ്വതി വിളയുന്ന നാവാണെന്നാ പറയുന്നത്. എപ്പോഴാ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായിട്ട് വിഷം തുപ്പിക്കൊണ്ടിരുന്നപ്പോ സരസ്വതി വിളയുന്ന നാവാണെന്ന്. യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിക്കാണ്. എവിടെ? ആഗോള അയ്യപ്പ സംഗമം. അത് എവിടെ നടക്കുന്നത്? കേരളത്തിൽ എവിടെ? പമ്പയില്. ഈ 2 സ്ഥലത്ത് ഇത് നടക്കുമ്പോൾ ഈ യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഈ 2 പ്രവർത്തികൾ നിങ്ങളൊന്ന് ആലോചിക്കുക. വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ സമൂഹം, കേരളത്തിലെ പൊതുസമൂഹം, അവര് ഇങ്ങനെയല്ല. ഇവിടുത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ വെള്ളാപ്പള്ളി വർഗീയത പറയുമ്പോൾ കേരളത്തിലുള്ള ആളുകൾ ഇപ്പോൾ മുസ്ലിങ്ങളെ തെറി വിളിക്കുന്നു. അങ്ങനെ തെറി വിളിച്ച് വർഗീയത പറയുമ്പോൾ ഇതിനെയൊക്കെ ഏറ്റുപിടിച്ചാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ CPM അല്ലേ മൂന്നാമതും അധികാരത്തിലേക്ക് വരേണ്ടത്? ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ, ഇവിടുത്തെ ക്രൈസ്തവര്, മുസ്ലിങ്ങൾ, മതമുള്ളവന് ഇല്ലാത്തവന് ആരുമാകട്ടെ, ആരും ഈ പറയുന്നതിനൊപ്പം നിന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഗോവിന്ദൻ പറഞ്ഞ 110 നിന്ന് 26 എത്തിയത്. 110 പോയിട്ട് അതിൻ്റെ 7 ഏലത്ത് പോലും എത്തിയില്ല എന്ന് മാത്രമല്ല, ദയനീയമായി പരാജയപ്പെടാൻ കാരണം, 26 ചുരുങ്ങാൻ കാരണം എന്താ? ഈ പറയുന്ന ഒരു സമൂഹം, കേരളത്തിൻ്റെ പൊതുസമൂഹം ഇവരോടൊപ്പം നിന്നില്ല. എന്നിട്ട് പറയാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾ എതിരാണ്. ഇപ്പോഴും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ അവിടെ നിൽക്കില്ലേ? എവിടെ? ഈ പറയുന്ന പാർട്ടിയിൽ. എന്നിട്ടും ചെയ്തത് തെറ്റാണ് എന്ന് പറയുമ്പോഴും ഈ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച ആളുകളാരാ?
CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ ഒരു പാർട്ടി ഇല്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടോ? ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളല്ലേ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവരാരെങ്കിലും ഇപ്പോൾ പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടിട്ട് പറയാണ്, ഞാൻ അന്ന് ചെയ്തത് തെറ്റാണ്, വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ്, പറയോ? ഞാൻ കാറിൽ കയറ്റിയത് തെറ്റാണ്, ഞാൻ പൊന്നാട അണിയിച്ചത് തെറ്റാണ്, ഞാൻ സരസ്വതി വിളയുന്ന നാവാണെന്ന് പറഞ്ഞത് തെറ്റാണ്, വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്, പിണറായി വിജയൻ പറയോ? വെള്ളാപ്പള്ളി അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പിണറായി വിജയൻ എന്താ പറഞ്ഞത്? അത് മുസ്ലിം ലീഗിനെതിരെയാണ്. അല്ലേ? മുസ്ലിം ലീഗ് എന്താണോ ഇവിടെ കാണിച്ചത് അത് വളരെ വിശാലമായിട്ട് മറ്റൊരു ദിവസം പറയാം. അപ്പോൾ അത് വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ? ഈ വെള്ളാപ്പള്ളി ഇതിങ്ങനെ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ കമ എന്നൊരക്ഷരം മിണ്ടാതെ ഇപ്പൊ വന്നിട്ട് തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടി നിൽക്കുമ്പോൾ വന്നിട്ട് ഞങ്ങൾ എതിരാണ് എന്ന് അവിടെയും ഇവിടെയും തൊടാതെ പറയുമ്പോൾ ഇതൊക്കെ വിഴുങ്ങാൻ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾ തയ്യാറാകുമെന്നാണോ CPM ധരിക്കുന്നത്? ഒരു കാര്യം ഉറപ്പാ, ഇവരുടെ ആ പറയുന്ന മെന്റാലിറ്റി, ഈ പാർട്ടിയുടെ മെന്റാലിറ്റി ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ മാത്രം അവിടെയും ഇവിടെയും തൊടാതെ പറയാനും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാനും തയ്യാറാകാത്തത്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പാർട്ടിയുടെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കണം. എന്നിട്ടും സംസ്ഥാന സെക്രട്ടറിക്ക് ഇപ്പോഴും തൊള്ള തുറന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ എന്താ കാരണം ഈ പറയുന്ന ഇടത് ഹിന്ദുത്വ അജണ്ടയിലേക്ക് CPM പോയിരിക്കുന്നു. ഞാനതിനെ ഇടത് ഹിന്ദുത്വ അജണ്ട എന്ന് പറയാൻ കാരണം സംഘ് പരിവാർ അജണ്ട, ഹിന്ദുത്വ അജണ്ട, ഈ സംഘ് പരിവാറിൻ്റെ ഹിന്ദുത്വ അജണ്ട അത് ഈ ഇടതുപക്ഷം കടമെടുത്തിരിക്കുന്നു. നമ്മളിവിടെ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നത് വലിയ ഭൂലോക മണ്ടത്തരാ. കാരണം കഴിഞ്ഞ 2016 അതായത് പിണറായി വിജയൻ അധികാരത്തിലെത്തിയ ഉടനെ നടത്തിയ ഒരു കാര്യമുണ്ട്. RSS ആചാര്യൻ ശ്രീ എമ്മിനെ കൊണ്ടുവന്നിട്ട് യോഗ ക്ലാസിൻ്റെ മറവിലൂടെ കേഡർ പ്രവർത്തകരെ കൺവേർട്ട് ചെയ്ത ഒരു പ്രോസസ്സിങ്. അത് ശ്രീ എം തന്നെ സമ്മതിച്ചതാണ്, തുറന്നു പറഞ്ഞതാണ്. അതിന് കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് പണം ചെലവാക്കിയ കാര്യം വളരെ കൃത്യമായിട്ട് ഈ കേഡർ പ്രവർത്തകരെ RSSകാരാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഇവരുടെ ചിന്താഗതി എന്ന് പറയുന്നത്. CPM അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുമ്പോഴാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ കൈവെള്ളയിൽ കൊണ്ടു നടന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാപ്പിള സഖാക്കളോട്. വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ആട് ജലീലിനോട് അതിനെ CPMകാരൻ അത് മുസ്ലിം ലീഗിനെതിരെയാണ് എന്ന് പറഞ്ഞ് അതിനെതിരെ ഇങ്ങനെ ക്യാപ്സൂളുകൾ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അതേ പാർട്ടി പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങൾ ഞങ്ങളെതിരാണ്, മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗ് വിരുദ്ധ പരാമർശങ്ങൾ എന്നല്ല പറഞ്ഞത്. ആര് ഇപ്പൊ അവിടെയും ഇവിടെയും തൊടാതെ ഗോവിന്ദൻ പറഞ്ഞതിൽ മുസ്ലിം ലീഗില്ല, മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ എന്നാണ് പറയുന്നത്. ആ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അന്ന് മുസ്ലിം ലീഗിനെതിരെ എന്ന് പറഞ്ഞത് ഇന്ന് മുസ്ലിം വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ മാപ്പിള സഖാക്കൾക്ക് ഇതിന് ന്യായീകരിച്ച് നടന്നവർക്ക് എരപ്പൻ ജലീലിന് ഒക്കെ എന്താണ് പറയാനുള്ളത്? ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരു കാര്യം ഉറപ്പാ, ഇപ്പം ഈ പറയുന്നത് അവിടെയും ഇവിടെയും തൊടാതെ വെള്ളാപ്പള്ളിയെ പോറലേൽപ്പിക്കാതെ, വെള്ളാപ്പള്ളിയെ വേദനിപ്പിക്കാതെ, വെള്ളാപ്പള്ളിക്ക് അനിഷ്ടം തോന്നാതിരിക്കുവാൻ, ഇഷ്ടക്കേടുണ്ടാകാതെ നോക്കിയിട്ട് വേണ്ടി ഇങ്ങനെ കൃത്യമായിട്ട് അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഈ സംസാരമുണ്ടല്ലോ, അതെന്തിനാ? അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാ. അതാ ഞാൻ ആദ്യമേ ചോദിച്ചത്. ഈ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ തീട്ടമാണ് തിന്നുന്നത് എന്നുള്ള തോന്നല്, ധാരണ ഗോവിന്ദനും പാർട്ടിക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ് ഗോവിന്ദ, മിഥ്യാധാരണ.
മനസ്സിലായില്ലേ? നിങ്ങളുടെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും സസൂക്ഷ്മം കേരളത്തിൻ്റെ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അതിൽ നിന്ന് എത്രയൊക്കെ വളച്ചൊടിച്ചാലും എത്രയൊക്കെ മറ പിടിക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് കേൾക്കേണ്ടത് കേൾക്കാനും മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാനും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. മനസ്സിലായില്ലേ? കേരളം എന്ന് പറയുന്നത് ഒരു പ്രബുദ്ധതയുടെ നാടാ. അവിടെയാണ് നിങ്ങൾ വിഷവിത്തുകൾ ഇറക്കി സംഘ് പരിവാറിൻ്റെ അജണ്ട ഇപ്പോഴും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാ? വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. പല കാരണങ്ങളുണ്ട്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയോട് ഇപ്പോഴും ആ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ? എന്തുകൊണ്ടാ? മറ്റൊന്നും കൊണ്ടല്ല. കാരണം വെള്ളാപ്പള്ളിയെ പിണറായി വിജയന്റെ കൈകളിൽ വെച്ച് നൽകി. ഇത് ഞങ്ങളുടെ ആയുധമാ, ഒരു പോറൽ പോലും ഏൽക്കരുത്, സംരക്ഷിക്കണം, സുരക്ഷിതമായി കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് കൈവെള്ളയിൽ വെച്ചു കൊടുത്തത് RSS വെച്ചു കൊടുത്ത ആയുധമാ. അതുകൊണ്ട് തന്നെ ആ ആയുധത്തിനൊരു പോറലേൽക്കാൻ ഇപ്പോഴും പിണറായി വിജയൻ ആഗ്രഹിക്കുന്നില്ല. കോവിന്ദം പറഞ്ഞ് വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. CPM എന്ന് പറയുന്നത് പിണറായി വിജയനാ. പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ആ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ പാർട്ടി സെക്രട്ടറി ഈ പറയുന്ന ചർച്ചയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് സംസാരിക്കുമ്പോഴും സാധിക്കാതിരിക്കുന്നത്. മനസ്സിലായില്ലേ? കൃത്യമാണ്, വളരെ കൃത്യമാണ്. വെള്ളാപ്പള്ളിയെ ഇനിയും കൊണ്ടു നടക്കും കൈവെള്ളയിൽ. ഇപ്പോഴും ആ കൈവെള്ളയിൽ തന്നെയാ ഉള്ളത്. സംരക്ഷിക്കും CPM സംരക്ഷിക്കും. CPM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പിണറായി മാർക്സിസ്റ്റ് എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പിണറായി മാർക്സിസ്റ്റ്. അതിൽ കമ്മ്യൂണിസവും മാർക്സിസ്റ്റും ഒക്കെ അതൊരു ആലങ്കാരികമായിട്ട് മാത്രമാണ്. ഇത് പിണറായിസമാണ്, കമ്മ്യൂണിസമല്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് തൻ്റെതായ താല്പര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? വെള്ളാപ്പള്ളി നടേശൻ തുപ്പിക്കൊണ്ടിരുന്ന വിഷവിത്തുകൾക്കൊക്കെ കുട പിടിച്ചവരാണിവർ. ഇപ്പോഴും അത്തരം വൃത്തികെട്ട വാക്കുകൾക്ക് എതിരെ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായിട്ട് പോലും, കനത്ത തോൽവി ഉണ്ടായിട്ട് പോലും അത്തരം വൃത്തികെട്ട വാക്കുകൾക്കെതിരെ ഒരു കമ എന്ന് മിണ്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വെള്ളാപ്പള്ളിയെ ഇപ്പോഴും സംരക്ഷിക്കാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ്.